The prices are insane. How can we afford this? It's the war. Everything is going crazy. Get down fast! പ്രവാസികൾക്ക് ഇരുട്ടടി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്നതോടെ സാധാരണക്കാരന്റെയും പ്രവാസിയുടെയും ആകാശയാത്ര എന്ന സ്വപ്നം ഇതാ തകർന്നടിയുകയാണ്. വിമാനയാത്രക്കാർക്ക് വലിയൊരു ഇരുട്ടടിയായിക്കൊണ്ട് ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഗ്രൂപ്പ് തങ്ങളുടെ ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളിൽ ഇന്ധന സർചാർജ് അഥവാ ഫ്യുവൽ സർചാർജ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണിത്. പശ്ചിമേഷ്യൻ യുദ്ധവും ആഗോളതലത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളും വിമാന ഇന്ധന വിലയെ ബാധിച്ചതോടെയാണ് കമ്പനികൾ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയത്. ടിക്കറ്റ് നിരക്കുകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരൻ ഇനി വിമാനത്തിൽ കയറണമെങ്കിൽ കയ്യിൽ ഒരുപാട് പണം അധികം കരുതേണ്ടി വരും. എയർ ഇന്ത്യ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപന പ്രകാരം ആഭ്യന്തര വിമാന സർവീസുകൾക്ക് 400 രൂപയുടെ ഇന്ധന സർചാർജ് അധികമായി നൽകേണ്ടി വരും. ഇന്ധനവിലയിലുണ്ടായ അമിതമായ വർധനവിനെ തുടർന്നാണ് ഈ നീക്കം. വ്യോമയാന ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടം വിമാന കമ്പനികളെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കാനായി യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കമ്പനികൾ നൽകുന്ന സൂചന. ഇതോടെ സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയൊരു സാമ്പത്തിക ഭാരമാണ് വരാനിരിക്കുന്നത്. എയർ ഇന്ത്യയെ പിന്തുടർന്ന് ഇൻഡിഗോ ഉൾപ്പെടെയുള്ള മറ്റ് സ്വകാര്യ വിമാന കമ്പനികളും നിരക്ക് വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് യാത്രക്കാരെ കൂടുതൽ ആശങ്കയിലാക്കുന്നുണ്ട്. ആഭ്യന്തര യാത്രക്കാരേക്കാൾ വലിയ ആഘാതം ഏൽക്കാൻ പോകുന്നത് നമ്മുടെ പ്രവാസികൾക്കും വിദേശ വിനോദസഞ്ചാരികൾക്കുമാണ്. അന്താരാഷ്ട്ര വിമാന യാത്രക്കാർക്ക് നിലവിലുള്ള സർചാർജിനേക്കാൾ $10 മുതൽ $50 വരെ അധികമായി നൽകേണ്ടി വരുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വരാനും തിരിച്ചു പോകാനും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്ന പ്രവാസികൾക്ക് ഈ പുതിയ നിരക്ക് വർധനവ് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. വിദേശയാത്ര പ്ലാൻ ചെയ്തിരിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഈ തീരുമാനം ബജറ്റിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. വിമാന സർവീസുകളുടെ ചെലവ് കുത്തനെ വർദ്ധിക്കുന്നത് കമ്പനികൾ ടിക്കറ്റ് നിരക്കിലൂടെ യാത്രക്കാരിൽ നിന്ന് തന്നെ ഈടാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ധനവില കുതിച്ചുയരുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ വിമാനയാത്രാ നിരക്കുകൾ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. വരാനിരിക്കുന്ന ഉത്സവ സീസണുകളും അവധിക്കാലങ്ങളും മുന്നിൽ നിൽക്കെ ഇത്തരമൊരു നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത് ടൂറിസം മേഖലയെയും സാരമായി ബാധിച്ചേക്കാം. ടിക്കറ്റ് നിരക്ക് കൂടുമ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നത് വിമാന കമ്പനികളുടെയും ടൂറിസം ഏജൻസികളുടെയും വരുമാനത്തെയും ബാധിക്കും. ചുരുക്കത്തിൽ ഇനിയൊരു വിമാനയാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പഴയ നിരക്ക് കണ്ട് ആരും ആശ്വസിക്കേണ്ടതില്ല എന്ന് സാരം. സാധാരണക്കാരന്റെ പോക്കറ്റ് കീറുന്ന ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയരുന്നത്. എണ്ണ കമ്പനികൾ വില കുറയ്ക്കാൻ തയ്യാറാവാത്തതും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും വിമാന കമ്പനികളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എങ്കിലും സാധാരണക്കാരന്റെ ഏക ആശ്രയമായ കുറഞ്ഞ നിരക്കിലുള്ള വിമാന സർവീസുകൾ ഇനി ചരിത്രമാകുമോ എന്ന ഭീതിയിലാണ് യാത്രക്കാർ. ഇന്ധന സർചാർജ് ഏർപ്പെടുത്തിയതോടെ വിമാന ടിക്കറ്റ് എടുക്കുന്നത് വലിയൊരു ലക്ഷറിയായി മാറുകയാണ്. ഇനിയൊരു വിമാനയാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പഴയ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളിലെ നിരക്കുകൾ കണ്ട് ആരും ഞെട്ടേണ്ടതില്ല. കയ്യിൽ നല്ലൊരു തുക അധികമുണ്ടെങ്കിൽ മാത്രം വിമാനത്തിലേക്ക് ടിക്കറ്റ് എടുക്കുന്നതാവും ബുദ്ധി.